Hi, Namaste. Welcome back to WinTrader. മാർക്കറ്റ് ചെയ്തുമായിക്കോട്ടെ ഒരു എൻട്രി എക്സിറ്റ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് റിവേഴ്സൽ ഇതൊരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മോർണിംഗ് മൊമെൻറ്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം മോർണിംഗിൽ തന്നെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്കൊരു 20-30 പോയിൻറ്റ്സോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ മോർണിംഗിൽ പെർഫെക്റ്റ് ആയിട്ടൊരു മൊമെൻറ്റ് വരുന്ന സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സ്കാനറും അതോടൊപ്പം ഒരു കറക്റ്റായിട്ട് ഒരു എൻട്രി എക്സിറ്റ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ എടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഈ ഏഷ്യൻ പെയിൻറ്റ്സിന് മാത്രമല്ല അപ്രോക്സിമേറ്റ് ACCക്ക് രാവിലെ ഒരു നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു, അതോടൊപ്പം അഡാനിക്കും നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ലൊരു മൊമെൻറ്റിലേക്ക് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ളൊരു മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്കാനർ വഴി സാധിക്കും. അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. സീമ കൃഷ്ണ 8139039994 ഇതെൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇപ്പോഴത്തെ ഏഷ്യൻ പെയിൻറ്റ്സിലെ ലേറ്റസ്റ്റ് വേർഷൻ്റെ ചാർട്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തോന്നും ഇതിനു മുമ്പ് എത്ര വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നിങ്ങൾക്കറിയാം ഫസ്റ്റ് വേർഷൻ വിൻട്രേഡിൻ്റെ നമ്മൾ 2009 റിലീസ് ചെയ്താണ്. അത് വിൻട്രേഡ് ഫസ്റ്റാണ്. ഇപ്പോൾ എത്തിയേക്കുന്ന 8ാമത്തെ വേർഷൻ. ഇതെങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുക, കളർ ചേഞ്ച് വരുത്തുക, അതായത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ചുരുങ്ങി പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. രാവിലെ 9:20 ഗ്രീൻ കളർ അപ്പാരോ ബൈ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ഇൻട്രാഡേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റേറ്റ് ഈ കോർണറിൽ കാണാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ബൈസിക്കിൾ വന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ടൈമും കൊടുത്തിട്ടുണ്ട്, ഒരു എൻട്രി പോയിൻറ്റും 3 ടാർഗറ്റും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ കൺഫർമേഷൻ, എല്ലാ സിഗ്നലും കൺഫേം ആകത്തില്ല, സിഗ്നൽ കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി. അതായത് നമ്മുടെ ഈ കാണുന്ന ഈ ബാർ ചാർട്ട് പ്രകാരം നോക്കുമ്പോൾ ഇതിനകത്ത് കളർ വാല്യൂസ്, കളർ ചേഞ്ചുകൾ വളരെ മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽ കളറും നോക്കും, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കും. ഫസ്റ്റ് നോക്കേണ്ടത് ഈ കൺഫർമേഷൻ ബാറാണ്, പിന്നെ ക്യാൻഡിൽ കളറും, പിന്നെ പ്രൈസ് ആൻഡ് ബൈസും. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ നമുക്ക് പൊസിഷൻ എടുക്കാം. കുറച്ച് ലോങ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസും കൂടെ മൊമെൻറ്റ് നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്നലെയും ഏഷ്യൻ പെയിൻറ്റ്സ് സെല്ല് വന്ന സമയത്ത് ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് അടിച്ചിട്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് സെല്ല് എടുക്കേണ്ടത്. അവിടെ നേരെ ഒരു ഹൈക്ക് താഴേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ ഓപ്പൺ ആയ ശേഷം ഇവിടുന്ന് റെസിസ്റ്റൻസ് ഈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹൈക്ക് പോയിട്ടുണ്ട്. 2772 നമ്മൾ എടുത്തിരുന്നെങ്കിൽ നേരെ മാർക്കറ്റ് ബൈറ്റണിലേക്ക് കയറി 2781 വരെ കയറിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിന് ശകലം താഴേക്ക് ഇറങ്ങി പിന്നെ ഗെയിൻ ബ്രേക്ക്ഔട്ട് റെസിസ്റ്റൻസ് രണ്ടാമത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് രണ്ടാമത് നമുക്ക് ഇവിടുന്ന് പോർഷൻ എടുക്കാൻ പറ്റും. ഇവിടെ കയറണം, ഇവിടെ എടുക്കാം. അപ്പോൾ ഈ പോർഷൻ വെച്ചിട്ട് രണ്ടാമത് 2777 നമ്മൾ എടുത്തിരുന്നെങ്കിൽ നേരെ ഒരു ഹൈക്ക് പിന്നെ 96 വരെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു രീതിയിലൊരു ബൈറ്റണ്ട് രാവിലെ തന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ 3 ടാർഗറ്റും ഇപ്പോൾ അച്ചീവ് ആയിട്ടുണ്ട്. ഇനി എഗെയിൻസ്റ്റ് ആയിട്ട് ഇനി പിന്നെയും ബൈറ്റണ്ട് തന്നെ കണ്ടിന്യൂവേഷൻ പോവുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ റീ എൻട്രി തരും. ഇങ്ങനെയാണ് നമ്മളുടെ സിഗ്നൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് നമുക്ക് റിവേഴ്സിൽ പോകുന്ന പോയിന്റ് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് കളേഴ്സാണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ പ്രകാരം നമുക്കൊരു സിഗ്നൽ കൺഫേം ആണോ, ലോങ് ആയിട്ട് പോകുമോ, മാർക്കറ്റ് റിവേഴ്സ് പോകുമോ, അതോ അതിനകത്ത് നമ്മൾ ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ കളർ ചേഞ്ച് സഹായിച്ചു തരും. അതായത് ഇന്നലെയും ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ഇതേപോലൊരു ചാർട്ടിന് ഇന്നലെ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു സെൽ ട്രെൻഡ്, ഇടയ്ക്ക് സെൽ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കാണിച്ചു തരുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇന്നലെ ഒരു ട്രെൻഡിനകത്ത് ബൈയും വന്നിട്ടുണ്ട്, സെല്ലും വന്നിട്ടുണ്ട്, പിന്നെ എഗെയിൻ ബൈ വന്നിട്ടുണ്ട്. ഇപ്പം ഇതുവരെ ബൈ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോയിരിക്കുന്നത്. അപ്പം ഇന്നലെ നോക്കുകയാണെങ്കിൽ ഈ സെല്ല് അധികം പോയിട്ടില്ല. കൺഫർമേഷൻ വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങിയ സമയത്ത് ഇവിടുന്ന് കൺഫർമേഷൻ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുപോലത്തെ റിവേഴ്സൽ പോയിന്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ക്യാൻഡിൽ, അതായത് കളർ ചേഞ്ച് 4 എക്സ്ട്രാ കളേഴ്സ് വരും. ഓറഞ്ച്, നമുക്ക് ആക്ച്വലി ബ്ലൂ, ഹോളോ ക്യാൻഡിൽസ്, വൈറ്റ്, ഇതെല്ലാം വരെ കളേഴ്സ് ചേഞ്ച് ആയിട്ട് നമുക്ക് വരികയാണെങ്കിൽ
നമുക്ക് അവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ ഉണ്ട്, അത് കുറേ നേരമായിട്ട് അത് തന്നെ കണ്ടിന്യൂ ആയി പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആ ടാർഗറ്റിലേക്ക് നമ്മൾ പിന്നെയും കൺഫർമേഷൻ വന്ന് എടുക്കുന്നുണ്ട്, ഒരർത്ഥവുമില്ല. നമുക്ക് മാർക്കറ്റ് അതുപോലത്തെ മാർക്കറ്റ് റിവേഴ്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കത് കാരണം ചെറിയ പോയിന്റ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പം കൂടുതൽ നീട്ടുന്നില്ല. ഇതിൽ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം എങ്ങനെ ഒരു ലൈവായിട്ട് ഇതേപോലെ വർക്ക് ചെയ്യാം എന്നുള്ള അറിയാൻ വേണ്ടി വിളിക്കുക. അതേപോലെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനറും സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ സ്കാനറിൽ നോക്കിയാൽ കാണാം, ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ സ്കാനർ ഫോളോ അപ്പ് ചെയ്ത ഒരു വോളിയം സ്റ്റോക്ക് നമ്മുടെ വാച്ചിൽ ആഡ് ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് മോർണിംഗിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരു വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഒരുപാടുമില്ല. അപ്പോൾ അതേപോലെ ട്രേഡ് ചെയ്യാനായിട്ട് വെറും ഈ സോഫ്റ്റ്വെയറിൻ്റെ കളർ ചേഞ്ച്, അതായത് ഈ സ്കാനറിൽ കൊടുത്തിരിക്കുന്ന കളർ ചേഞ്ച്, ആരോ കൺഫർമേഷൻസ് മാത്രം നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു മാർക്കറ്റ് നല്ല ബൈയിലേക്കാണോ നല്ല സെല്ലിലേക്കാണോ എന്ന് ആരോസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ഡെമോയ്ക്ക് വേണ്ടി വിളിക്കുക. സീമ കൃഷ്ണ, താങ്ക് യു.